ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് ഖത്തറിലെത്തിയ വ്ളോഗൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ വയ്യേ പറഞ്ഞുകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്ന വേറൊരു കൺട്രി എന്ന് പറയുന്നത് ഖത്തറിലേക്കാണ്, ഇന്ത്യക്ക് പുറത്തേക്ക്. അപ്പോൾ ഖത്തറിലൊരു ട്രിപ്പ് വന്നതാണോയെന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, കാരണം ഖത്തർ നമ്മളെ സെക്കൻഡ് ഹോമാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ ഖത്തറിന് പുറത്തേക്ക്, ഇന്ത്യക്കും ഖത്തറിനും പുറത്തേക്ക് വേറൊരു കൺട്രിയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. നമ്മളിതാ ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കാക്കൻ്റെ കൊളീഗ്സിനെ കണ്ടിട്ടുണ്ടേനും. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ ചെക്ക് ഇൻ കൗണ്ടറിലേക്കാണ് പോയത്. കുറച്ച് ടൈം നമുക്ക് അവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ നമ്മളെ പാക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നോളി. നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തന്നെ ഒന്നുകൂടി വെച്ചിട്ടൊന്നുമില്ല. അത് കണ്ടിട്ട് കൊല്ലുമെന്നുള്ളൊരു സംശയത്തിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ അതിനും കൂടി വന്നിട്ടുള്ളൂ. നമ്മൾ കൊണ്ടാൻ വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങേണ്ടിയും കുറച്ച് നെറ്റ്സ് മിഠായികൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഉള്ളിൽ വെക്കാം. അധികം നേരം പുറത്ത് വെച്ചാൽ ചിലപ്പോൾ നാളെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കിട്ടുന്നുണ്ടാവില്ല. ഇത് നമ്മളെ എന്താണ് മക്കാന സാധനം നമ്മൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റേ താമരൻ്റെ വിത്ത് ഇത്ര സാധനമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും കാണുന്നില്ല. ഒരു അയിനുമ്മക്ക് അവിടുന്ന് കിട്ടിയുള്ള 2 ഫ്രണ്ട്സാണ് കേട്ടോ ഈ കുട്ടികൾ. നല്ല 2 മക്കളതിന് മാഷാ അല്ലാ. നമ്മൾ ചെന്ന ആ ഒരു ടൈം മുതൽ നമ്മളെ വയ്യേക്ക് തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. ഒരു ലണ്ടനിൽ നിന്ന് വരികയാണ്, പാകിസ്ഥാനിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് പോകാനുള്ളൊരു ടൈമൊക്കെ ആയപ്പോൾ യാത്ര പറയുകയാണ് അവർ. അതിനുമുന്നേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ വയ്യേക്ക് നമ്മളെ കൗണ്ടർ വരെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ വയ്യേക്ക് വന്ന് കിസ്സൊക്കെ ചെയ്തിട്ട് അവർക്ക് മതിയാകുന്നില്ല. നല്ല 2 മക്കൾ നമ്മളെ അടുത്ത് തന്നെയാണ് ഒരു നിന്നിന്. ഒരു പാരൻസിൻ്റെ അടുത്തേക്ക് ഒന്നും പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളെ ഗേറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. ഞാൻ ഇതിന് മുമ്പ് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എയർപോർട്ട് വഴി വരുന്ന എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളെ ഗേറ്റിലേക്ക് നമുക്ക് മെട്രോയിൽ കയറിയിട്ട് പോകണം കേട്ടോ. മെട്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിവിടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് വാഷ്റൂം പോയിട്ടുണ്ടായിട്ടോ. വാഷ്റൂം പോയാൽ പിന്നെ ഒരു മിറർ വീഡിയോ മസ്റ്റാണല്ലോ. ഹലോ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മളെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഖത്തർ എയർവേസിലാണ് ട്രാവൽ ചെയ്യുന്നത്. അത് ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇരിക്കുന്നത്. ഭയങ്കര വലിയ ആഗ്രഹം ഖത്തർ എയർവേസിൽ നിന്ന് ട്രാവൽ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്ന് അത് നടക്കാൻ പോവുകയാണ്. നമ്മൾ ഗേറ്റിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എങ്ങോട്ടേക്കാണെങ്കിലൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
Please have your boarding pass ready for inspection. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നുന്നൊരു കാര്യമാണ് ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യാന്നൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ടൈം ദോഹയിലേക്ക് വരുമ്പോൾ ഖത്തർ എയർവേസിലായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവസാന നിമിഷം നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കിട്ടാണ്ടായിപ്പോയി. നമ്മളെ കയ്യിൻ്റെ അടിയിൽ വന്നിട്ട് മിസ്സായി പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എയർപോർട്ടിൽ കുറേ ടെൻഷൻ അടിച്ച് ഇരുന്നിട്ടുണ്ട്, എനിക്ക് ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഉള്ള രീതിയിൽ. ആഗ്രഹങ്ങളൊക്കെ പല വിധത്തിലും ഉണ്ടാവുമല്ലോ, ചെറിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളൊക്കെ. എൻ്റെ ചെറിയ വലിയൊരു ആഗ്രഹം തന്നെയാണ് കേട്ടോ ഇത്. നമ്മളെ ആഗ്രഹമാണല്ലോ നമ്മളെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും എൻ്റെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നൊരു ദിവസമാണ്. അങ്ങനെ നമ്മളെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ഒരു ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മൂവിയൊക്കെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ അയിനുമ്മക്ക് കളിക്കാൻ വേണ്ടിയുള്ള ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ നല്ല ഹാപ്പിയായി. ഓളൊരു ഉറക്കം മൂടിൽ ഇങ്ങനെ ഇരുന്നായിരുന്നു, പെട്ടെന്നാണ് ഇത് കിട്ടുന്നത്. അതോടുകൂടി ഓൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കല്ല, അതിനുമക്കാണ് ആദ്യം ഫുഡ് വന്നിട്ടുള്ളത്. ഫുഡ് വരുമ്പോഴത്തേനും ഓൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ നമുക്ക്. അതിൽ നമുക്ക് വെജിറ്റേറിയൻ വേണോ ചിക്കൻ ബീഫ് അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ പോകുന്നൊരു ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു രീതിയിലുള്ള ഫുഡാണ് നമുക്ക് കിട്ടിയുള്ളത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അയിനുമ്മ കുറച്ചേ കഴിച്ചിട്ടുള്ളതിനും ഞാൻ ഏതായാലും അയിനുമ്മൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇതെന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ച് എന്താക്കി പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ പേര് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, ഈ എയർപോർട്ടിൻ്റെ പേരുണ്ടാൽ ചിലപ്പം ചിലർക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഹൈദർ അലിയേവ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ഇമിഗ്രേഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മളെ ഫ്ലൈറ്റ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് തന്നെ അയക്കിയത്. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ അതിന് ശേഷം നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ പേര് ഇതാ പറയാൻ പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് വന്നത് എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ഫൈനലി നമ്മൾ ബാക്കുവിലെത്തിയിട്ടുണ്ട്. ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജസ്റ്റ് എമിഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ബാഗെല്ലാം പിക്ക് ചെയ്യണം, പുറത്ത് പോയിട്ട് കൂടുതൽ കാണിക്കും. അപ്പോൾ നമ്മൾ അസർബൈജാനിലാണ് വന്നത്.
അപ്പോൾ ആ പുറത്ത് നമ്മളെ ഗൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ഇറങ്ങിയ സമയത്ത് ആൾ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആളെ പേര് താലിഹ് എന്നാണ്. ഇനി നമ്മൾ 5 ദിവസം അസർബൈജാനിലുണ്ട്. ആ 5 ദിവസം ആൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അവിടെ ഭയങ്കര തണുപ്പാട്ടോ. We buy the thing, right? You get the instrument 5 gigabytes. How many? Register, so I see. ആൾക്കാരറിയാം. മിനിമം ഒന്നെടുത്ത് വാങ്ങാം. എടുത്തിക്കണോ? This one, right? You will take that? അങ്ങനെ ഇതാ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലെത്തി. ഹോട്ടൽ ഡയമണ്ട് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ബാക്കി നമ്മൾ പോകുന്ന വിശേഷങ്ങളും അസർബൈജാനിലെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നാളെ മോർണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ വേറൊരു വ്ളോഗായിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ തിരിച്ച് വരിക, ഉറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് വെച്ചാൽ പുറത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് വന്നതാണ് ജാക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലാതെ നമ്മൾ നിൽക്കാൻ തന്നെ ആയില്ല. ഞാനൊരു വയനാട്ടിലെത്തിയിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് പുറത്ത്. ആദ്യമായിട്ട് അത്ര തണുപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതന്നെ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട്
കാണട്ടാ. നമ്മൾ നോർമലായിട്ടുള്ള ഇന്ത്യൻ ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നല്ല വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഇന്നിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു മടി. അപ്പോൾ നമുക്ക് അറിയുന്നൊരു ഫുഡായിട്ട് അത് തന്നെയാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മഷ്റൂമിൻ്റെ ക്രീമി സൂപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിന് 1 മനാത്താണ്. 1 മനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ കറൻസി 48 രൂപേൻ്റെ അടുത്ത് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മക്കൾ 2 ഹോട്ടലിൽ പോയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണ് ഇവിടെ. ലാസ്റ്റ് ശങ്കരാടി മിഥുനത്തിൽ ഊട്ടി പോയ മാതിരിയാണ് ഞങ്ങളെ സ്ഥിതി. ഇത്രയും തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. രാവിലെ 2 സൈഡൊക്കെ ഇങ്ങനെ എന്തോ ആവുക. ഭയങ്കര തണുപ്പ്. മാതിരി ഒരു തണുപ്പ് ഇതുവരെ ഫീൽ ചെയ്തില്ല. ജനിച്ചതിൽ പിന്നെ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇവിടെ പിന്നെ തണുപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലോ അപ്പൊ ഞങ്ങളിത് അങ്ങനെ ബാക്കുവിലെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുക. ഇപ്പൊ തന്നെ ഒരു ശ്വാസം മുട്ടുന്ന ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നാളെ മുതൽ നമ്മൾ അസർബൈജാൻ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരും. ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.